അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് വിദ്യാഭ്യാസ ബോർഡ് പുതുതായി ഇറക്കിയ 7ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 11ാമത്തെ പാഠം അർറാഹിമൂന ഇർഹമുഹുമുർ റഹ്മാൻ. എല്ലാവരും മാട്ടിയോടിച്ച ഒരു നായയെ ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ 40 ദിവസത്തോളം ശുശ്രൂഷിച്ച് അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് രോഗം മാറ്റിയ കഥയിലൂടെ പറയുന്ന പാഠം. അതിൻ്റെ തദ്രീബാത്തൊന്ന് പരിശോധിക്കാം. നുതർജിമു ഇലാ ലുഗത്തിന, നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇർഹമു മൻഫിൽ അർളി ഇർഹംകും മൻഫിസ് സമാ, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യൂ, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്കും കരുണ ചെയ്യും. കാന യജ്മഉ ഹതബൻ വയഹ്മിലുഹു അലാ റഅസിഹി, അദ്ദേഹം വിറക് ശേഖരിച്ച് തലയിൽ ചുമന്നു കൊണ്ടുപോകാറുണ്ടായിരുന്നു. 3. കാന ഷെയ്ഖ് റിഫാഇ റഹിമഹുല്ലാ കസീറ റഅഫത്തി ബികുല്ലി ഇൻസാൻ, റിഫാഇ ഷെയ്ഖ് എല്ലാ മനുഷ്യരോടും കൂടുതൽ ദയ കാണിച്ചിരുന്നു. 4. വലിദ ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ബിൽ ഇറാഖ്, റിഫാഇ ഷെയ്ഖ് ഇറാഖിൽ ജനിച്ചു. റിഫാഇ ഷെയ്ഖ് ഇറാഖിൽ ജനിച്ചു. 5. ഹാദാ കൽബുൻ മജ്ദൂമുൻ ജൗആൻ, ഇത് വിശക്കുന്ന കുഷ്ഠം പിടിച്ച ഒരു നായയാണ്. നുജീബു, അതിലെ ചോദ്യോത്തരങ്ങളാണ് അടുത്ത് പറയുന്നത്. മൻ ഹുവ ഷെയ്ഖ് അഹ്മദ് റിഫാഇ, ഷെയ്ഖ് റിഫാഇ ആരാണ്? പ്രസിദ്ധരായ 4 കുത്തുബുകളിൽ പെട്ട ആളായിരുന്നു. നമ്മൾ അറബിയിൽ വന്ന ചോദ്യത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ സൈഡിൽ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2. കൈഫ കാന മുആമലത്തുഹു മഅൽ മജ്ദൂമീന വസ്സംന വൽ മർള വൽ ഉമ്യാൻ, അന്ധരോടും രോഗികളോടും വാതരോഗികളോടും കുഷ്ഠരോഗികളോടും ഷെയ്ഖ് റിഫാഇയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? അവരുടെ വസ്ത്രങ്ങൾ കഴുകിക്കൊടുക്കും, മുടിയിൽ നിന്ന് പേനെടുത്ത് വൃത്തിയാക്കി കൊടുക്കും, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും, അവരോട് ദുആ ചെയ്യാൻ പറയും. 3. കൈഫ തഅഹദ ഷെയ്ഖ് റിഫാഇ റഹിമഹുല്ലാ അൽ കൽബൽ മജ്ദൂം, കുഷ്ഠം പിടിച്ച നായയെ ഷെയ്ഖ് റിഫാഇ എങ്ങനെയാണ് പരിചരിച്ചത്? അതിനെ വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി ഒരു പന്തല് കെട്ടി അതിൽ വെച്ച് ഭക്ഷണവും വെള്ളവും ചികിത്സയും നൽകി. 40 ദിവസം അങ്ങനെ ചെയ്തു. 4. മാതാ കാനത്ത് ആദത്തു ഷെയ്ഖ് റിഫാഇ റഹിമഹുല്ലാ ഇദാ ഖദിമ മിൻ സഫർ, യാത്ര കഴിഞ്ഞു വന്നാൽ ഷെയ്ഖ് റിഫാഇയുടെ പതിവ് എന്തായിരുന്നു? അദ്ദേഹവും കൂടെയുള്ളവരും വിറക് ശേഖരിച്ച് ചുമന്നുകൊണ്ടുവന്ന് വിധവകൾക്കും സാധുക്കൾക്കും തളർവാദം പിടിച്ചവർക്കും രോഗികൾക്കും അന്ധന്മാർക്കും പ്രായമുള്ളവർക്കും വിതരണം ചെയ്യും. 12ാമത്തെ പാഠം ലക്കൽ ബിഷാറ. നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക. അബ്ബാസി ഖിലാഫത്ത് ബഗ്ദാദിൽ അവസാനിച്ച വർഷം 656. ഉസ്മാനി ഖിലാഫത്ത് നിലവിൽ വന്ന വർഷം 923. 3. ഉസ്മാനി ഖിലാഫത്ത് അവസാനിച്ച ഹിജ്റ വർഷം 1342. 4. ഉസ്മാനി സുൽത്താൻമാരുടെ എണ്ണം 37. 5. ഉസ്മാനി ഭരണത്തിൻ്റെ തലസ്ഥാനം ഇസ്താംബൂൾ, അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ. 6. 1ാം ലോക മഹായുദ്ധം നടന്ന വർഷം ഏത്? 1914 മുതൽ 1918 വരെ. 7. ഖിലാഫത്ത് എന്ന മുസ്ലിം പൊതു നേതൃത്വം അവസാനിച്ച വർഷം 1924. നുജീബു, അതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. തഫ്സീർ ബൈളാവിയുടെ ഹാഷിയ രചിച്ചതാര്? ശിഹാബുദ്ദീൻ ഖഫാജി. 2. ഖുലാസത്തുൽ ഹിസാബിന്റെ മുസന്നിഫ് ആര്? ബഹാഉദ്ദീനുൽ ആമുലി. 3. തുഹ്ഫത്തുൽ മുഹ്താജിന്റെ മുഅല്ലിഫ് ആര്? രചയിതാവ് ആര്? അഹ്മദ് ബിൻ ഹജറുൽ ഹൈതമി. 4. ജൗഹറത്തു തൗഹീദ് എഴുതിയതാര്? ഇബ്രാഹിമുൽ ലഖാനി.
5 സീറത്തുൽ ഹലബിയ രചിച്ചതാര്? നൂറുദ്ദീനുൽ ഹലബി. 13-ാമത്തെ പാഠം ലാ യഅസൂന അല്ലാഹ മാ അമറഹും, മലക്കുകളെ കുറിച്ച് പറയുന്ന പാഠം. നസ്ലു അതിലെ ചേരുംപടി ചേർക്കാം. ഹമലത്ത് സി വഹിക്കുന്നവർ, ഹഫലത്ത് എ സംരക്ഷിക്കുന്നവർ, അദാബുൻ ഡി ശിക്ഷ, 4 റഹ്മത്തുൻ ബി കാരുണ്യം. നുജീബു ബി കലിമത്തിനു വാഹിദ, ഒറ്റവാക്കിൽ ഉത്തരം എഴുതാം. മഴയുടെ ചുമതലയുള്ള മലക്ക് ആര്? മീകായിൽ അലൈഹിസലാം. 6 പ്രകാശത്താൽ പടക്കപ്പെട്ട സൃഷ്ടികൾ മലക്കുകൾ. 3 മലക്കുകളുടെ പൊതുവെയുള്ള വാസസ്ഥലം ആകാശം. 4 പ്രധാനികളായ മലക്കുകൾ എത്ര? 10. 5 മലക്കുകൾ ദൂതന്മാരാണ് ആരുടെ? അള്ളാഹുവിൻ്റെ. നുജീബു അതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. മലക്കുകൾ എങ്ങനെയൊക്കെ രൂപം മാറും? നായയുടെയും പന്നിയുടെയും അല്ലാത്ത വ്യത്യസ്ത രൂപങ്ങൾ. 2 മലക്കുകൾ എത്ര ചിറകുകളുണ്ട്? 2 3 അതിലധികമോ? 3 മലക്കുകളുടെ എണ്ണം എത്ര? അള്ളാഹുവിന് മാത്രമേ അറിയൂ. 4 എന്തിനാണ് അള്ളാഹു തആല മലക്കുകളെ സൃഷ്ടിച്ചത്? ചില ഭൗതിക പ്രതിഭാസങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങളായി. നുതർജിമു ഇലൽ അറബിയ, അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. സൃഷ്ടാവ് ഖാലിഖ്, ദൂതന്മാർ റസൂല്, സമാധാനം സക്കീനത്തുൻ, കാരുണ്യം റഹ്മത്തുൻ, ചിറകുകൾ അജ്നിഹത്ത്, വീടുകൾ മനാസിൽ. അർത്ഥം എഴുതാനാണ്. അൽഹംദുലില്ലാഹില്ലദീ ഫാത്തിരി സമാവാതി വൽ അർളി ജാഇലിൽ മലായികത്തി റുസുലൻ ഉലി അജ്നിഹത്തിൻ മസ്നാ വ സുലാസ വ റുബാഅ യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അവൻ മലക്കുകളെ ദൂതനായി നിശ്ചയിച്ചു. അവർക്ക് 2 3 4 ചിറകുകൾ നൽകി താൻ ഉദ്ദേശിച്ചത്ര സൃഷ്ടിപ്പിൽ അവൻ വർധനവ് വരുത്തും. നിശ്ചയം അല്ലാഹു തആല എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണ്. 2 മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബല്ലാഹി വ യതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വ ഗശിയതുഹുമുർ റഹ്മ വ ഹഫ്ഫതുഹുമുൽ മലായികതു വ ദക്കറഹുമുല്ലാഹു തആല ഫീമൻ ഇൻദഹു. നിശ്ചയം അള്ളാഹുവിൻ്റെ ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടി ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്യുന്നവരിൽ സമാധാനം വർഷിക്കും. അവരെ മൂടും, മലക്കുകൾ അവരെ വലയം ചെയ്യും. അള്ളാഹു തആല അവരെക്കുറിച്ച് തൻ്റെ അടുത്തുള്ളവരോട് പറയും. 14-ാമത്തെ പാഠം ലഹുമുദ്ദുന്യ വലനൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമർ റളിയല്ലാഹു അൻഹു പരുപരുത്ത പായയിൽ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ച ആ വിഷയം പറയുന്ന പാഠമാണ്. നബിയുടെ ശരീരത്തിൽ പായയുടെ അടയാളമൊക്കെ കണ്ട പാഠം. നക്തബുൽ മാന അർത്ഥമെഴുതാം. മന്ദർ കാഴ്ച, ഹസീറുൻ പായ, ഷഈറുൻ ബാർലി, വിസാദത്തുൻ കരയണ, ലീഫുൻ നാര്, ഖനാഅത്തുൻ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ഫിറാഷുൻ വിരുപ്പ്, സഹാദത്തുൻ ഭൗതിക വിരക്തി, അദമുൻ തുകൽ, ബദാദത്തുൻ ആഡംബരമില്ലാത്ത ജീവിതം, മൻസൂജുൻ മുടഞ്ഞുണ്ടാക്കിയത്, ഉഹുബുൻ തുകൽ. ആ പാഠത്തിലെ ചോദ്യോത്തരങ്ങളൊന്ന് നോക്കാം. നക്തഷിഫുൽ ഇജാബാത്ത്. റഅ ഉമർ റളിയല്ലാഹു അൻഹു മൻദറൻ അസ്അദഹു വഅഹ്സനഹു മാ ഹാദൽ മൻദറു. ദുഃഖവും അസ്വസ്ഥതയുമുള്ള ഒരു കാഴ്ച ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. എന്താണ് ആ കാഴ്ച? ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ പരുപരുത്ത പായയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നു. നാരുകൊണ്ട് നിറച്ച തോൽ തലയിണയിൽ ചാരിയിരിക്കുന്നത് കണ്ടു. 2 കൈഫകാന ഹസീറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പായ എങ്ങനെയുള്ളതായിരുന്നു? ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയതായിരുന്നു.
3 കൈഫ കാനത്ത് വിസാദത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിണ എങ്ങനെയുള്ളതായിരുന്നു? നാര് നിറച്ച് തോൽ കൊണ്ട് ഉണ്ടാക്കിയത്. 4 മാദാ റഅ ഉമർ റളിയല്ലാഹു അൻഹു ഫീ ജംബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാർശ്വങ്ങളിൽ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടത് എന്ത്? പായയുടെ അടയാളം. 5 മാദാ റഅ ഉമർ റളിയല്ലാഹു അൻഹു ഫീ ബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് കണ്ടത്? ഒരു പിടി ബാർലിയും തലയുടെ ഭാഗത്ത് കെട്ടിയിട്ട 3 ഊറക്കിടാത്ത തുകലും കാൽ ഭാഗത്ത് ലം യർള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാലി 6 ലം യർള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാലി ഉമർ റളിയല്ലാഹു അൻഹു മാദാ കാന മഖാലുഹു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൃപ്തിയായില്ല. എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ പാർശ്വങ്ങളിൽ പായ കൊണ്ടുള്ള അടയാളം അള്ളാഹുവിനെ ആരാധിക്കാത്തവരായിട്ട് പോലും റോമക്കാർക്കും പേർഷ്യക്കാർക്കും അള്ളാഹു തആല വിശാലത നൽകി. നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ അല്ലേ? നിങ്ങളുടെ ഉമ്മത്തിന് വിശാലത ചെയ്യാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യൂ. നുതർജിമു ഇലാ ലുഗത്തിന, നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. റാഷിദ് ചുറ്റും നോക്കി. നദറ റാഷിദുൻ ഹവാലൈഹി. 2 സുമയ്യ, നീ എന്താണ് കരയുന്നത്? മാ യുബ്കീക യാ സുമയ്യ. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ ഏറ്റവും ഭൗതിക വിരക്തിയുള്ള ആളായിരുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹദൻ നാസി ഫിദ് ദുനിയ. 4 ഉമർ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ലളിത ജീവിതം നയിച്ചു. ആഷ ഉമർ റളിയല്ലാഹു അൻഹു ഫീ ഗായത്തിൽ ബസാത്ത. 5 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോക സൃഷ്ടാവിന്റെ ഹബീബാണ്. അന്നബിയു ഹബീബു റബ്ബിൽ ആലമീൻ. 15ാമത്തെ പാഠം ഇല സിന്ധി വൽ ഹിന്ദി. അതിൻ്റെ തദ്രീബാത്തൊന്ന് പരിശോധിക്കാം. നസലു ചേരുംപടി ചേർക്കാം. അലി ഇബ്നു ഹുസാമുദ്ദീൻ ബി കൻസുൽ ഉമ്മാൽ. 2 ഷെയ്ഖ് നിസാമുദ്ദീൻ ഡി ഫതാവൽ ഹിന്ദിയ. 3 അസയ്യിദ് മുർത്തള സുബൈദി എ താജുൽ അറൂസ്. 4 ഷാഹു വലിയുല്ലാഹ് സി ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. നുബയ്യിനു വിശദീകരിക്കാം. ഇന്ത്യയിൽ ഇസ്ലാം മത പ്രബോധനം നടത്തിയ ആരൊക്കെ? സൂഫി വര്യന്മാരും പണ്ഡിതന്മാരും സയ്യിദുമാരും. 2 ഡൽഹി ആസ്ഥാനമായി ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണകൂടങ്ങൾ ഏതൊക്കെ? ഗോറികളും അടിമവംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധികൾ, മുഗളന്മാർ. 3 ഇന്ത്യയിൽ മുസ്ലിം ഭരണാധികാരികൾ നിർമ്മിച്ച മഹാമന്ദിരങ്ങൾ ഖുതുബ് മിനാർ, താജ്മഹൽ, ഡൽഹി ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഫതഹ്പൂർ സിക്രി, ചാർമിനാർ. 16ാമത്തെ പാഠം ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അതിൻ്റെ തദ്രീബാത്തൊന്ന് പരിശോധിക്കാം. നുജീബു ചോദ്യം. 1 മനുഷ്യന് ജീവിത നിയമങ്ങൾ ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം? അവർ തോന്നിയതുപോലെ ചെയ്യും, അപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാകും. 2 മനുഷ്യ ജീവിതത്തിന് മനുഷ്യർ തന്നെ നിയമമുണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും? ഒരാൾ ഉണ്ടാക്കിയ നിയമം മറ്റൊരാൾ സ്വീകരിക്കണമെന്നില്ല. 3 നാം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അല്ലാഹു തആലയാണ്. കാരണം അവനാണ് നമ്മെ സൃഷ്ടിച്ചത്. 4 ഇവരെ അനുസരിക്കലും അല്ലാഹു തആലയുടെ നിയമം തന്നെയാണ്. ആരെ? മാതാപിതാക്കൾ, ഗുരുവര്യർ, കോടതികൾ, ഭരണാധികാരികൾ. നുബയ്യിനു വിശദീകരിക്കാം. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധി അള്ളാഹുവിന് മാത്രമാണുള്ളത്. അതിൻ്റെ വിശദീകരണമാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. വിധി അള്ളാഹുവിന് മാത്രമാണ്. കാരണം അള്ളാഹുവാണ് ലോക സൃഷ്ടാവ്. മനുഷ്യർ നിയമങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാൾ ഉണ്ടാക്കുന്ന നിയമം മറ്റൊരാൾക്ക് സ്വീകാര്യമാകണമെന്നില്ല. 17ാമത്തെ പാഠം ഉഹിബ്ബു സ്വാലിഹീന. ബൈത്താണ്, ഷാഫി ഇമാമിൻ്റെ ബൈത്ത്. നുതർജിമു ഇലാ ലുഗത്തിന, നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം.
വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസിൻ, അള്ളാഹുവിൻ്റെ പ്രകാശം ദോഷികൾക്ക് ലഭിക്കുകയില്ല. 2 റഅയ്തുൽ ഇൽമ സാഹിബുഹു കരീമുൻ, അറിവുള്ളവരെ മാന്യന്മാരായാണ് ഞാൻ കാണുന്നത്. ഫലൗലൽ ഇൽമു മാ സഈദത്ത് റിജാലുൻ, അറിവില്ലായിരുന്നുവെങ്കിൽ ഒരാളും വിജയിക്കുമായിരുന്നില്ല. 4 ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും, ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു, ഞാൻ അവരിൽ പെട്ടവനല്ലെങ്കിലും. വ അക്റഹു മൻ തിജാറത്തുഹുൽ മആസി, തൻ്റെ വ്യാപാരം കുറ്റങ്ങളായിട്ടുള്ള വ്യക്തിയെ ഞാൻ വെറുക്കുന്നു. ജുംലകൾ ഉണ്ടാക്കാം. അൽ ഇൽമു നൂറുല്ലാഹ്, സാഹിബുൽ ഇൽമി കരീമുൻ, ഉഹിബ്ബു സ്വാലിഹീന. നക്തുബുൽ മാന, അർത്ഥമെഴുതാം. കരീമുൻ മാന്യൻ, ലഈമുൻ നീചൻ, ഷഫാഅത്തുൻ ശുപാർശ, തിജാറത്തുൻ കച്ചവടം, ബിളാഅത്തുൻ ചരക്ക്, മഅസിയത്തുൻ പാപം. നുജീബു, അതിലെ ചോദ്യോത്തരങ്ങൾ പരിശോധിക്കാം. ശക്കൗത്തു ഇലാ വക്കീഇൻ, മാദാ ശക്ക ഇലൈഹി. ശക്കൗത്തു ഇലാ വക്കീഇൻ, ഞാൻ വക്കീഅ റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞു. മാദാ ശക്ക ഇലൈഹി, എന്താണ് പരാതി പറഞ്ഞത്? ഓർമ്മക്കുറവിനെ കുറിച്ചാണ് പരാതി പറഞ്ഞത്. 2 ഫഅർഷദനി ഇലാ മാ അർഷദ, അദ്ദേഹം എന്നെ വഴി നടത്തി, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നു. ഇലാ മാ അർഷദ, എന്തിലേക്കാണ് അദ്ദേഹത്തിന് വഴി നടത്തിയത്? എന്തിലേക്കാണ് അദ്ദേഹത്തെ വഴി നടത്തിയത്? തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ. വ അഖ്ബറനി ബിമാ അഖ്ബറഹു, അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. എന്താണ് പറഞ്ഞു തന്നത്? അറിവ് അള്ളാഹുവിൻ്റെ പ്രകാശമാണെന്നും അത് പാപികൾക്ക് ലഭിക്കുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൊടുത്തു. 4 ഉഹിബ്ബു സ്വാലിഹീന ലിമ അഹബ്ബഹും, ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ് സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടാൻ കാരണം? അവരുടെ ശഫാഅത്ത് നേടാൻ. 16ാമത്തെ പാഠം നഹ്ലത്തുൽ മുസ്ലിമീൻ, അതിൻ്റെ തദ്രീബാത്തൊന്ന് പരിശോധിക്കാം. നഖ്താർ സഹീഹ്, ശരി തിരഞ്ഞെടുക്കുക. സയ്യിദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയുടെ മഖ്ബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം പഞ്ചാബ് അജ്മീർ ഉള്ളാൾ, അജ്മീറിലാണ്. 2 മുസ്ലിങ്ങളെ കാഫിറുകളും മുശ്രിക്കുകളുമാക്കി ചിത്രീകരിച്ചു. വഹാബികൾ, പാശ്ചാത്യർ, ബ്രിട്ടീഷുകാർ. വഹാബികളാണ് ശരി ഉത്തരം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വർഷം 1921, 1947, 1924. 1947 ശരി. ഭാഗം പൂരിപ്പിക്കാം. ഏറ്റവും പഴക്കമുള്ള അറബി മലയാള കൃതി ഡാഷ് ആണ്. മുഹയ്യിദ്ദീൻ മാലയാണ്. 2 സമസ്തയുടെ പ്രഥമ പ്രസിഡന്റ് ഡാഷ് ആണ്. വരക്കൽ മുല്ലക്കോയത്തങ്ങളാണ്. 3 സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി റഹിമഹുല്ലയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് ഡാഷിൽ ആണ്, ഉള്ളാളിലാണ്. 4 സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹിയുടെ മഖ്ബറ ഡാഷിലാണ്, കവരത്തിയിലാണ്. നുജീബു, അതിലെ ചോദ്യോത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വൈജ്ഞാനികവും ആത്മീയവുമായ പുരോഗതിക്ക് നേതൃത്വം നൽകിയതാര്? സയ്യിദുമാരും പണ്ഡിതന്മാരും സൂഫി വര്യന്മാരും. 2 ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയ സയ്യിദുമാരിൽ 2 ആളുടെ പേര് എഴുതുക. ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി റഹിമഹുല്ല, അസയ്യിദ് ഖുത്ബുസ്സമാൻ അലവിയിൽ മംഫുറമി റഹിമഹുല്ല. 3 ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയ സൂഫി വര്യന്മാരിൽ 2 ആളുകളുടെ പേര് എഴുതുക. ഷെയ്ഖ് അലിയുൽ കൂഫി റഹിമഹുല്ല, ഉമർ ഖാദി റഹിമഹുല്ല, ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ റഹിമഹുല്ല. 4 മുസ്ലിങ്ങൾ അറബി മലയാള ലിപി നടപ്പിലാക്കിയപ്പോൾ എന്തിന്? മലയാള ഭാഷയ്ക്ക് വ്യവസ്ഥാപിത ലിപിയില്ലാത്ത കാലത്ത് മതപഠനം സുഗമമാക്കാൻ അറബി മലയാള ലിപി നടപ്പിലാക്കി. 5 ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഐക്യം തകർത്തതാര്? വഹാബി മൂവ്മെന്റ്. 6 മുസ്ലിങ്ങൾക്ക് വൈജ്ഞാനിക മുന്നേറ്റം തടസ്സമാകാനുള്ള കാരണം അധിനിവേശ ശക്തികളോടുള്ള പോരാട്ടവും പ്രതിരോധവും കാരണം. 19ാമത്തെ പാഠം ഉസ്വത്തുൻ ഹസന.
അതിലെ തദ്രീബാത്തൊന്ന് പരിശോധിക്കാം. അബിയദ് വെള്ള, അസ്വദ് കറുപ്പ് കറുത്ത, അഹ്മർ ചുവന്ന, അർസഖ് നീല, അഖ്ലർ പച്ച, ബുർത്തുഖാൽ ഓറഞ്ച്, അസ്ഫർ മഞ്ഞ, ബുനിയ തവിട്ട്. നക്തുബുൽ മാന അർത്ഥമെഴുതുക. നദീഫുൻ വൃത്തിയുള്ള, ഹലീമുൻ സഹനമുള്ളവൻ, നായിലുൻ ചെരുപ്പ്, തബസ്സുമുൻ പുഞ്ചിരി, ഇഫ്ഫത്തുൻ ചാരിത്രശുദ്ധി, സആദത്തുൻ വിജയം, സുംറ സംഘം, ദിർഉൻ അങ്കി പടയങ്കി എന്നൊക്കെ പറയും, അമാനത്തുൻ വിശ്വസ്തത. അതിലെ ചോദ്യത്തിലൊന്ന് പരിശോധിക്കാം. കൈഫകാന ഖുലുഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ജനങ്ങളിൽ വെച്ച് ഏറ്റവും മാന്യമായ സ്വഭാവമായിരുന്നു. 2. കൈഫകാന സൗബുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വബദനുഹു, നബിയുടെ വസ്ത്രവും ശരീരവും എങ്ങനെയായിരുന്നു? വൃത്തിയുള്ള വസ്ത്രവും ശരീരവും ആയിരുന്നു. 3. കൈഫകാന ഖൽബുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വബാത്തിനുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയവും ആന്തരികവും എങ്ങനെയായിരുന്നു? വൃത്തിയുള്ള ഹൃദയവും ആന്തരികവും. 4. നദ്കുറു മാ തഅരിഫു മിൻ അംസിലത്തി തവാദുഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിന്റെ ഉദാഹരണങ്ങളിൽ നിന്ന് നിങ്ങൾക്കറിയുന്നത് എഴുതുക. ചെരുപ്പുകുത്തലും വസ്ത്രത്തിന് കഷ്ണം വെക്കലും സാധനം കൊണ്ടുപോകലും ആടിനെ കറക്കലും. 5. കൈഫകാന തകല്ലുമുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഗളബുഹു വ ലഹ്കുഹു, നബിയുടെ സംസാരവും ചിരിയും ദേഷ്യവും എങ്ങനെയായിരുന്നു? ആവശ്യത്തിന് മാത്രമേ സംസാരിക്കലുള്ളൂ, അള്ളാഹുവിന് വേണ്ടി മാത്രമേ ദേഷ്യപ്പെടുകയുള്ളൂ, ചിരിക്കുമ്പോൾ പുഞ്ചിരിക്കു മാത്രമേ ചെയ്യാറുള്ളൂ. നുതർജിമു ഇലാ ലുഗത്തിന, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. വഹുവല്ലദീ തമ്മ മഅനാഹു വ സൂറത്തുഹു സുമ്മസ്തഫാഹു ഹബീബൻ ബാരിഉൻ നസമി, ബാഹ്യരൂപവും ആന്തരിക വിശേഷതകളും സമ്പൂർണമായ ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹബീബ് എന്ന സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി, എൻ്റെ റബ്ബ് എന്നെ അദബ് പഠിപ്പിച്ചു, എൻ്റെ സംസ്കാരം നന്നാക്കുകയും ചെയ്തു. 3. കാന സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്തഹറൻ ബിൽ ഇഫ്ഫത്തി വസ്ദിഖി വൽ അമാനത്തി വൽ വഫാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാരിത്രശുദ്ധിയിലും സത്യസന്ധതയിലും വിശ്വസ്തതയിലും കരാർ നിർവഹണത്തിലും പ്രസിദ്ധനായിരുന്നു. 20-ാമത്തെ പാഠം അൽ ഹറക്കത്തുൽ ഇസ്തിഖ്ലാലിയ, അതിൻ്റെ തദ്രീബാത്തൊന്ന് പരിശോധിക്കാം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. 1. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി രാജ്യത്തെ അടിമപ്പെടുത്തി ആര്? പാശ്ചാത്യർ. 2. ബ്രിട്ടീഷ് അധിനിവേശത്തിൽ കൂടുതൽ കെടുതി അനുഭവിച്ചതാര്? മുസ്ലിങ്ങൾ. 3. സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളായതാര്? മുസ്ലിങ്ങൾ. 4. 1-ാം ലോക മഹായുദ്ധത്തിൽ തുർക്കി കീഴടക്കി ആര്? ബ്രിട്ടീഷുകാർ. 5. മലബാർ സമരം നടന്ന വർഷമേത്? 1921. ഈ പാഠത്തിൽ നിന്നും 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കുക. 1. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിരുന്നു ഏത്? ഇന്ത്യ. 2. ഇന്ത്യ ദരിദ്ര രാജ്യമായി മാറിയപ്പോൾ, ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോയപ്പോൾ. 3. മലബാർ സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? മുസ്ലിങ്ങളും ഹിന്ദുക്കളും. 4. പാശ്ചാത്യർ വരുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് ആര്? മുസ്ലിങ്ങൾ. 5. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ 4 പ്രമുഖരുടെ പേര് എഴുതുക. മമ്പുറന്നങ്ങൾ, ഉമർ ഖാദി, ഷൗക്കത്ത് അലി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. 21-ാമത്തെ പാഠം ഹുദൽ ലിന്നാസ് നസ്ലു, അതിലെ തദ്രീബാത്തൊന്ന് പരിശോധിക്കാം. ചേരുമ്പടി ചേർക്കാനാണ് ആദ്യം തന്നെ. തൗറാത്ത് സി മൂസ അലൈഹിസലാം, സബൂർ എ ദാവൂദ് അലൈഹിസലാം, ഇഞ്ചീൽ ഡി ഈസാ നബി അലൈഹിസലാം. 4. ഖുർആൻ ബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 1. ആദം അലൈഹിസലാം ബി 10 ഏടുകൾ. 2. ഷീസ് നബി അലൈഹിസലാം എ 50 ഏടുകൾ.
3 ഇദ്രീസ് നബി അലിഹിസ്സലാം ഡി 30 ഏടുകൾ. 4 ഇബ്രാഹിം നബി അലിഹിസ്സലാം സി 10 ഏടുകൾ. നുക്കമ്മിലു വിട്ട ഭാഗം പൂരിപ്പിക്കാം. അല്ലാഹു തആല ഡാഷ് കിതാബുകൾ അവതരിപ്പിച്ചു. 4 കിതാബുകൾ അവതരിപ്പിച്ചു. 2 വിശുദ്ധ ഖുർആൻ അവതീർണമായതോടെ ഡാഷ് എല്ലാം ദുർബലപ്പെട്ടു, പൂർവ്വവേദങ്ങളെല്ലാം ദുർബലപ്പെട്ടു. 3 മനുഷ്യന്റെ ഡാഷ് വിജയത്തിനാവശ്യമായതെല്ലാം ഖുർആനിലുണ്ട്, ഇരുലോക വിജയത്തിനാവശ്യമായതെല്ലാം ഖുർആനിലുണ്ട്. 4 പരിശുദ്ധ ഖുർആൻ ഡാഷ് വരെ സുരക്ഷിതമായി നിലനിൽക്കും, അന്ത്യനാൾ വരെ. ചോദ്യോത്തരങ്ങളൊന്ന് പരിശോധിക്കാം. അല്ലാഹു തആലയുടെ നിയമങ്ങൾ മനുഷ്യർ എങ്ങനെ അറിയും? അല്ലാഹുവിൻ്റെ മുർസലുകളിലൂടെ. 2 വിശുദ്ധ ഖുർആൻ അല്ലാത്ത വേദഗ്രന്ഥങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ത്? അവയിൽ പലതും വിസ്മൃതമായി, പലതിലും കൈകടത്തലുകളും ഉണ്ടായി, പലതും എഴുതി ചേർക്കപ്പെട്ടു. 3 തൗറാത്ത് വായിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? മൂസാ നബി അലൈഹിസ്സലാം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ പിന്തുടരുകയല്ലാതെ അദ്ദേഹത്തിന് നിർവാഹമുണ്ടാവുമായിരുന്നില്ല. 4 പരിശുദ്ധ ഖുർആനിന് പറയുന്ന മറ്റു പേരുകൾ: കിതാബ്, ഫുർഖാൻ, തൻസീൽ. 22ാമത്തെ പാഠം ഖൈറു ഉമ്മ. നുതർജിമു ഇലാ ലുഗത്തിന. അർത്ഥം എഴുതുക. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ സത്യവിശ്വാസികളെയും അറിവ് ഉള്ളവരെയും അല്ലാഹു തആല ഉന്നതികളിലേക്ക് ഉയർത്തും. നഖ്താർ സഹീഹ്, ശരി തിരഞ്ഞെടുക്കുക. ലോകത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ 30ഓളം, 40ഓളം, 50ഓളമാണ് ശരിയുത്തരം. 2 ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്ത്യ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ. ഇന്തോനേഷ്യയാണ് ശരിയുത്തരം. 3 അറബി രാഷ്ട്രങ്ങളിൽ പെട്ടതാണ് ഇറാഖ്, തുർക്കി, അമേരിക്ക. ഇറാഖാണ് ശരിയുത്തരം. 4 മുസ്ലിങ്ങൾ വലിയ പീഡനങ്ങൾ അനുഭവിക്കുന്ന രാജ്യം ഫലസ്തീൻ, ലബനാൻ, ജോർദാൻ. ഫലസ്തീനാണ് ശരിയുത്തരം. നസ്ലു ചേരുംപടി ചേർക്കാം. ഇന്ത്യൻ ജനസംഖ്യയിൽ മുസ്ലിങ്ങൾ സി 20%. 2 കേരളത്തിലെ മുസ്ലിങ്ങൾ ഡി 27%. ജമ്മു കാശ്മീരിലെ മുസ്ലിങ്ങൾ എ 69%. ആസാമിലെ മുസ്ലിങ്ങൾ ബി 35%. ചോദ്യോത്തരങ്ങൾ പരിശോധിക്കാം. ലോകത്തെ അറബി രാഷ്ട്രങ്ങളിൽ 10 എഴുതുക. സൗദി അറേബ്യ, ഒമാൻ, യമൻ, UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, സിറിയ, ഫലസ്തീൻ, ഇറാഖ്, ജോർദാൻ, ലബനാൻ. 2 മുസ്ലിം ഭൂരിപക്ഷമുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങൾ: ആസർബൈജാൻ, കൊസോവ, തുർക്കി, കസാക്കിസ്ഥാൻ, ബോസ്നിയ, അൽബേനിയ. 3 ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ: വിവേചനം, സാംസ്കാരിക അധിനിവേശം, വിഭാഗീയത, വഹാബിസം, മതനിരാസം, വർഗീയത. 4 മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മറികടക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം? ശരിയായ വിദ്യാഭ്യാസവും ആത്മീയ ബോധവുമാണ് മാർഗങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.